അപ്പോൾ നമ്മൾ കിട്ടാൻ ദ്വീപിൽ നിന്നും കടമത്തേക്ക് ബോട്ടിൽ യാത്ര പോവുകയാണ്. അപ്പോൾ അവിടെ നിന്ന് 3 മണിക്കൂർ സമയം എടുക്കും കേട്ടോ കടമത്ത് ദ്വീപിലെത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ നല്ല പൊരിഞ്ഞ വെയിലാണ്. അപ്പോൾ ഞങ്ങൾ തൊപ്പി കൊട കണ്ണടയൊക്കെ വെച്ചിട്ടാണ് പോണത്. അവിടെ ഉള്ളവരെല്ലാം പൊരിഞ്ഞ വെയിലത്താണ് ഇരിക്കുന്നത്. അവർക്കൊന്നും പ്രശ്നമില്ല കേട്ടോ. അവർ ഇത്രയും മണിക്കൂറൊക്കെ യാത്ര ചെയ്തിട്ടൊക്കെയാണ് ഓരോ കാര്യങ്ങൾക്കൊക്കെ നമ്മുടെ കൊച്ചിയിലേക്കൊക്കെ വന്നത്. അപ്പോൾ ദാഹമോ അങ്ങനെ ഇതൊന്നും ഉണ്ടായില്ല. നമ്മൾ കുടയൊക്കെ ചൂടിയിരുന്നത് കൊണ്ടായിരിക്കും വലിയ കുഴപ്പമൊന്നും ഉണ്ടായി. അപ്പോൾ നമ്മൾ കൊച്ചിയിൽ നിന്ന് കപ്പൽ കയറി മുതലുള്ള വീഡിയോ ഒക്കെ നേരത്തെ ഇട്ടിട്ടുണ്ട് കേട്ടോ. കാണാൻ താല്പര്യമുള്ളവർക്ക് കാണാം. അപ്പം നമ്മളിങ്ങനെ യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ്. നല്ല മനോഹരമായ നല്ല തെളിഞ്ഞ കടലാണ്. അപ്പോൾ കടലിൻ്റെ അടിഭാഗമൊക്കെ കാണാം കേട്ടോ. അത്ര പെർഫെക്റ്റ് തെളിഞ്ഞ വെള്ളമാണ്. സൂപ്പർ യാത്രയായിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. നമുക്കധികം അങ്ങനെ ക്ഷീണം അതൊന്നും അങ്ങനെ തോന്നിയില്ല. അപ്പോൾ അങ്ങനെ നമ്മൾ 1 മണി കഴിഞ്ഞ പിന്നെ കിട്ടാൻ ദ്വീപിൽ നിന്ന് പോകുന്നതാണ്. ഇപ്പോൾ ഏകദേശം വൈകുന്നേരമായി. ഒരു 5 മണിയൊക്കെ ആറായപ്പോഴത്തേക്ക് നമ്മൾ കടമത്ത് ദ്വീപിലെത്താറായിട്ടോ. അപ്പോൾ ദ്വീപിൻ്റെ തുടക്കമാണ് കാണണത്. നല്ല നീളമുള്ള ദ്വീപാണ് കേട്ടോ കടമത്ത്. അങ്ങനെ നമ്മൾ കടമത്ത് ദ്വീപിലെത്തി. അപ്പം നമ്മളെ കൊണ്ടുവന്ന ആൾക്കാർ നമ്മളെ വിളിക്കാൻ വേണ്ടിയിട്ട് അവിടെ വന്നിട്ടുണ്ട് കേട്ടോ. അതേപോലെ വേറെ ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട് പെർമിറ്റ് എടുത്ത്. അപ്പോൾ അവർ കൊണ്ടുവന്നവരൊക്കെ വിളിക്കാൻ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളങ്ങനെ ഒരു ചായക്കടയിലേക്ക് കയറി ചായ കുടിച്ചിട്ട് നമ്മൾ ഓട്ടോറിക്ഷയിൽ നമ്മുടെ താമസ സ്ഥലത്തേക്ക് പോകാൻ കേട്ടോ. നമുക്കവിടെ റൂമൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങോട്ട് പോവാണ്. അടിപൊളി വൈബാണ് കേട്ടോ. ചുറ്റും കടലാണ് അവിടുത്തെ നല്ല സുന്ദരമായിട്ടുള്ള കാഴ്ച ഉള്ളത് കേട്ടോ. ഒരു വശം കടലും ഒരു വശം തെങ്ങും തോപ്പാണ്. അപ്പോൾ ഞങ്ങളങ്ങനെ ഓട്ടോ ഒക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് നമുക്ക് കിട്ടിയ റൂം കേട്ടോ. നല്ല അടിപൊളി റൂമാണ്. നല്ല AC ഒക്കെ ഉള്ള റൂമാണ്. അപ്പോൾ നമുക്ക് ആ ജനലിൻ്റെ ഉള്ളിൽ കൂടെ നോക്കിയാൽ കടലൊക്കെ കാണാം കേട്ടോ. അപ്പോൾ സന്ധ്യാസമയത്താണ് നമ്മൾ വന്നത്. സൂര്യനൊക്കെ അസ്തമിച്ച് തുടങ്ങി. ആ സമയത്താണ് നമ്മൾ വന്നത്. അപ്പോൾ നല്ല അടിപൊളി കടലൊക്കെ കണ്ട് നമുക്ക് റൂമിൽ സമയം ചിലവഴിക്കാം കേട്ടോ. നല്ല സൂപ്പർ റൂമായിരുന്നു. അപ്പോൾ അങ്ങനെ നേരം വെളുത്തു. അപ്പോൾ ഇതാണ് നമ്മൾ താമസിക്കുന്ന വീടിൻ്റെ തൊട്ട് നേരെയുള്ള കടൽ കേട്ടോ. അങ്ങനെ എല്ലാ വീടിൻ്റെ ഒരു സൈഡിൽ ഇങ്ങനെ ഇതേപോലെ കടലായിരിക്കും. സ്വിമ്മിംഗ് പൂൾ പോലെ നല്ല മനോഹരമായിട്ടുള്ള സ്ഥലമാണ് കേട്ടോ. അടിപൊളി വൈബാണ്. അപ്പോൾ നമ്മളങ്ങനെ ചായ കുടിക്കാൻ പോവുകയാണ്. നമ്മൾ പെർമിറ്റ് എടുത്ത് കൊണ്ടുവന്ന് കട വീട്ടിലേക്ക് നമ്മൾ ചായ കുടിക്കാൻ പോകണം കേട്ടോ. അപ്പോൾ ഇത് ബീച്ചിൽ കൂടെ നടക്കുന്നതല്ല. നമ്മളൊരു വീട്ടിൽ നിന്ന് അടുത്ത വീട്ടിലേക്ക് പോണതാണ്. അപ്പോൾ ഓരോ വീടിൻ്റെ മുമ്പിൽ കൂടെയാണ് കേട്ടോ നമ്മൾ പോണത്. അതുകൊണ്ട് ഈ സൈഡിലെല്ലാം ഓരോ വീടുകളുണ്ട്. ആ വീടിൻ്റെ ഓരോ സ്ഥലങ്ങളാണിത്. ഓരോ ആൾക്കാരുടെ സ്ഥലങ്ങളാണ്. പോണ വഴിക്ക് നല്ല ഊഞ്ഞാലൊക്കെ ഉണ്ട്, നല്ല തണൽ. അപ്പോൾ ഇവിടെ വന്നപ്പോൾ നമുക്ക് ഇവിടുന്ന് പോരാൻ തോന്നില്ല കേട്ടോ. നല്ല മതിൽക്കെട്ടില്ലാത്ത തൊട്ടടുത്ത് വീടുകൾ, വിശാലമായ സ്ഥലം, ഫ്രണ്ടിൽ സ്വിമ്മിംഗ് പൂള് പോലത്തെ കടൽ. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇവിടെ വന്നിട്ട് പോകണമെന്നുണ്ടായില്ല കേട്ടോ. അങ്ങനെ നമ്മൾ ഒരു വീട്ടിൽ കൂടെ അങ്ങനെ പോവാണ്. നമ്മൾ പണ്ട് കാലത്ത് മതിൽക്കെട്ടില്ലാത്ത വീട് പോലെ ജീവിച്ച പോലെയാണ് കേട്ടോ ഇവിടെ. അപ്പോൾ മോള് നമ്മളെ കൊണ്ടുവന്ന് ഇക്കാടെ മോളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളങ്ങനെ പോണ വഴിക്ക് ഓരോ കാഴ്ചകളൊക്കെ കണ്ട് പോവാണ്. അപ്പോൾ നമ്മൾ ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വേറെ സ്ഥലത്തൊക്കെ പുറത്തൊക്കെ പോയി ഭക്ഷണം കഴിക്കാമെന്ന് വെച്ചാൽ നടക്കില്ല കേട്ടോ. നമ്മൾ ആരാണോ കൊണ്ടുവന്ന് അവർ ഭക്ഷണം റെഡിയാക്കി തന്നാലേ നമുക്ക് കഴിക്കാൻ പറ്റുള്ളൂ. അല്ലാതെ വേറെ കടകളോ അങ്ങനെ മാളുകളോ അല്ലെങ്കിൽ ഫുഡ് കട അങ്ങനെയൊന്നുമില്ല കേട്ടോ. വല്ല 1-2 ചെറിയ ചായക്കടകളൊക്കെ ഉണ്ടാവുള്ളൂ.
അതൊരു ചെറിയ ഐറ്റംസൊക്കെ ഉണ്ടാവുള്ളൂ. പഴംപൊരി അങ്ങനെ ചെറിയ സ്നാക്സ് ഐറ്റംസൊക്കെ ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാ നേരവും നമ്മളെ കൊണ്ടുവന്നവർ തന്നെ ഫുഡ് തരണം, എന്നാലാണ് ഇവിടെ നിൽക്കാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് എല്ലാവരും ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ചായ കുടിച്ചു. പിന്നെ നമ്മൾ ആയിക്ക കൊണ്ടുവന്നേക്കുക വേറെ സ്ഥലത്തേക്കൊക്കെ കൊണ്ടുപോകാണ്. അങ്ങനെ നമ്മൾ വേറൊരു ബീച്ച് സൈഡിലേക്ക് കൊണ്ടുവന്നു. അപ്പോൾ കടലിൻ്റെ എല്ലാ ഭാഗവും നല്ല ബീച്ച് സൈഡാണ് കേട്ടോ. അതേപോലെയാണ് കിടക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ വീഡിയോയിൽ കാണുമ്പോൾ അറിയാം, തിരയൊക്കെ അങ്ങ് ദൂരെ വരെ വരുള്ളൂ കേട്ടോ. കരയിലേക്ക് അങ്ങനെ തിര അധികം കയറി വരില്ല. കടലിൻ്റെ ഒരു പകുതി വരെ തിര വരുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് ദൂരെ നിന്ന് കാണാൻ പറ്റും. സഫിയുടെ ആക്ടിവിറ്റീസൊക്കെ ഇത് സത്യം പറഞ്ഞു പുറത്തേക്ക് ഇറങ്ങൂലേ? അപ്പോൾ നമ്മൾ കാഴ്ചയെ കണ്ട് വീഡിയോ ഒക്കെ എടുത്ത് അങ്ങനെ നിന്ന സമയത്ത് ഇവർ ഇവിടെ തീയിട്ട് മീനൊക്കെ മേടിച്ചുണ്ടെന്ന് നമുക്ക് ചുട്ട് തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ വല്ലാത്തൊരു എക്സ്പീരിയൻസാണ്. നമുക്ക് ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കേട്ടോ ഇതേപോലെയൊക്കെ ഒരനുഭവം. നമ്മൾ ഈ ചാനലിലൊക്കെ കണ്ടിട്ടുണ്ട് ഇതേപോലെ കാട്ടിലൊക്കെ വന്നിട്ട് മീൻ പിടിച്ച് ചുട്ട് തിന്നണത്. അപ്പോൾ അതൊരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ നമ്മളെ കൊണ്ടുവന്ന കായും വേറൊരു കായും കൂടി നമുക്കവിടെ തന്നെ ഫ്രഷ് മീൻ നമ്മൾ ചുട്ട് തരാണ്. അപ്പോൾ നമ്മൾ കഴിക്കില്ല എന്നോർത്ത് ആദ്യം കുറച്ച് ചുട്ടാൽ മതി എന്നാണ് കേട്ടോ പറഞ്ഞത്. വെട്ടാണ് പ്രശ്നം. ഞാൻ വീഡിയോ എടുക്കുന്നത് വേണ്ട തൊപ്പി താഴെട്ടാണോ? അടിച്ചിട്ട് നോക്കി നല്ലത്. അപ്പോൾ അങ്ങനെ മീനൊക്കെ ചുട്ട് കഴിഞ്ഞ്, അപ്പോൾ മീൻ ചുട്ടത് മാത്രമല്ല കേട്ടോ, അതിൻ്റെ കൂടെ തേങ്ങയും കൂടി കൂട്ടി കഴിച്ചാലാണ് അടിപൊളി ടേസ്റ്റ് എന്ന് പറഞ്ഞവർ തേങ്ങയൊക്കെ അവിടെ നിന്ന് തന്നെ ഒരെണ്ണിട്ട് പൊതിച്ച് തരാണ്. അപ്പോൾ നല്ല കരിക്കാണെങ്കിൽ സൂപ്പറായിരിക്കും കേട്ടോ. അപ്പോൾ ഇവിടെ വന്നു കഴിയുമ്പോൾ നമുക്ക് യാതൊരു ടെൻഷനൊന്നുമില്ല, നല്ല റിലാക്സേഷനാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളങ്ങനെ ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവരങ്ങനെ തേങ്ങയൊക്കെ പൊതിച്ച് മീനൊക്കെ ചുട്ട് നമുക്ക് പണ്ടത്തെ കൂട്ട് തെങ്ങിൻ്റെ ഇതിലൊക്കെ മീനൊക്കെ വെച്ച് തരാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇരിക്കാനോ ഓലൊക്കെ ഇട്ട് എല്ലാം നല്ല സെറ്റാക്കി തന്നെ ഉണ്ട്. നല്ല അടിപൊളി രസമായിരുന്നു. അപ്പോൾ നമ്മളെ കൊണ്ടുവന്ന് കായാണ് കേട്ടോ തേങ്ങയൊക്കെ പൊതിച്ച് തന്നത്. ഇക്കടെ മോളാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ മോളും എൻ്റെ മോളായിട്ടൊക്കെ നല്ല കൂട്ടായിട്ട് ഏകദേശം ഒരേയൊക്കെ പ്രായമാണ്. അപ്പോൾ തേങ്ങ കാണുമ്പോൾ വലുതാണ്, പൊതിച്ച് വരുമ്പോൾ ചെറിയ തേങ്ങയാണ് കേട്ടോ. അപ്പോൾ തേങ്ങയൊക്കെ പൊതിച്ച് ഞങ്ങൾക്ക് ഇരിക്കാനൊക്കെ ഓലൊക്കെ വെട്ടിയിട്ട് നല്ല സീറ്റൊക്കെ സെറ്റാക്കി തന്നിട്ടുണ്ട്. അടിപൊളി രസമായിരുന്നു കേട്ടോ.
അപ്പോൾ അങ്ങനെ അധികം വേണ്ട, ഞങ്ങൾ കഴിക്കില്ല, വില വീരവാദമൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും അടിപൊളിയായിട്ട് കഴിച്ചിട്ട് സൂപ്പർ ടേസ്റ്റാണ്. ആദ്യമായിട്ടാണ് ചുട്ട മീൻ കഴിക്കുന്നത്. നമ്മൾ സാധാരണ മീനൊക്കെ വാങ്ങിച്ച് കറി വയ്ക്കുമ്പോൾ ഒരു മീനിൻ്റെ മണമൊക്കെ ഉണ്ടാവും കേട്ടോ. ഇത് അതൊന്നുമില്ല, അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും കഴിച്ചതുകൊണ്ട് വീണ്ടും രണ്ടാമത് ചൂടാനായിട്ട് പോയേക്കാണ് കേട്ടോ. പിള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ടമായി, അടിപൊളി ടേസ്റ്റായിരുന്നു. അപ്പോൾ നമ്മൾ എല്ലാവരും ആദ്യത്തെ ട്രിപ്പ് കഴിച്ചാൽ രണ്ടാമത് നമുക്ക് മീനൊക്കെ ചുട്ട് കൊണ്ടുവന്ന് തരാണ്. അപ്പോൾ ഈ നമുക്ക് നേരത്തെ മുതൽ കപ്പലിൽ എല്ലാവിധ ഹെൽപ്പിനൊക്കെ ഉണ്ടായവരൊക്കെയാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും വീണ്ടും ചുട്ടുകൊടുത്ത് എങ്ങനെ കഴിക്കണേന്നൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. പിന്നെ മീനിൻ്റെ മുട്ടയൊക്കെ മാറ്റി വെച്ചിട്ടുണ്ടായി, അതൊക്കെ എല്ലാവർക്കും എടുത്ത് കൊടുക്കുകയാണ്. അങ്ങനെ അടിപൊളി ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ ഇങ്ങനത്തെയൊക്കെ ഒരു അനുഭവം. അപ്പോൾ സൂപ്പറായിരുന്നു. അപ്പോൾ നമ്മളതെല്ലാം കഴിഞ്ഞ് തിരിച്ചു പോകുന്ന വഴി ഒരു പള്ളി മദ്രസയൊക്കെ ഉണ്ട്. അവിടെ കുറച്ച് നേരമൊക്കെ ഇരുന്ന് വിശ്രമിച്ചു. അത് കഴിഞ്ഞുകൊണ്ട് നമ്മൾ റൂമിലേക്ക് പോരാണ്. അപ്പോൾ ഒരുപാട് നടക്കാനുണ്ട്. നടന്നു പോകണമെങ്കിൽ നടന്നു വരാം, അല്ലെങ്കിൽ നമുക്ക് ഓട്ടോറിക്ഷ വിളിച്ച് അതിന് പോരാം. അപ്പോൾ നടന്നു വരാൻ ഈ കാഴ്ചകളെ കാണാമല്ലോ. നല്ല തണലും വെയിലും കടലും അങ്ങനെ തെങ്ങിൻതോപ്പിൻ്റെ ഉള്ളിൽ കൂടെയൊക്കെ നമുക്കൊക്കെ നടന്നു വരാം. അപ്പോൾ അങ്ങനെ വന്ന വഴി ഒരു ബീച്ചിൽ കയറി. നട്ടുച്ച സമയമാണ് കേട്ടോ, ഒരു 12:30 മണി സമയമുണ്ടെന്ന് തോന്നണം. അപ്പോൾ ഉച്ച സമയമായതുകൊണ്ട് നമ്മളങ്ങനെ പുറത്തേക്ക് ഇറങ്ങിയില്ല. അപ്പോൾ എല്ലാ വീടിൻ്റെയും ഫ്രണ്ടിൽ ബീച്ചാണ്. പിന്നെ ഓരോരുത്തർ അവരുടെ പ്രോപ്പർട്ടിയിൽ ബീച്ചിൻ്റെ സെറ്റൊക്കെ ഇട്ട് അങ്ങനെ ഇട്ടേക്കണതാണ്. പിന്നെ നമ്മുടെ അവിടുത്തെ കൂട്ട് ബീച്ചിലൊക്കെ ഇരിക്കുമ്പോൾ വല്ല ഐസ്ക്രീം കട, ജ്യൂസ് കട, അങ്ങനെ സ്നാക്സ്, ചായ, അങ്ങനത്തെ ഐറ്റംസ് പകലും രാത്രി ഒന്നും ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ രാത്രി നല്ല ലൈറ്റൊക്കെ ഇട്ടിട്ടുണ്ടാവും, എന്നാലും കഴിക്കാനും കുടിക്കാനൊക്കെ എന്തെങ്കിലുമൊക്കെ കൊണ്ടുവരണം. അങ്ങനെ ഇതാണ് കടമത്തുള്ള പാരഡൈസ് ബീച്ച്. അപ്പോൾ ഒരു വെയിലും മങ്ങുമൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് വെള്ളത്തിലൊക്കെ ഇറങ്ങാം. ഇത്രയൊക്കെ ഉള്ളു ബീച്ച്. അപ്പോൾ ഇതാണ് നമ്മൾ താമസിക്കുന്ന വീടിൻ്റെ ഓണർ. ആയിക്കെ ഞങ്ങൾ അവിടെയൊക്കെ പോയി തിരിച്ച് വന്നപ്പോഴത്തേക്കും കരിക്കൊക്കെ വെട്ടി റെഡിയാക്കി വെച്ചിട്ടുണ്ടായി, അതൊക്കെ ശരിയാക്കി തരാണ്. അങ്ങനെ അവിടെ പോയി വന്നുകൊണ്ട് പിന്നെ നേരെ നട്ടുച്ച സമയത്ത് നമ്മൾ വെള്ളത്തിലിറങ്ങാൻ കേട്ടോ. അപ്പോൾ ഈ നട്ടുച്ച സമയത്ത് വെള്ളത്തിലിറങ്ങുന്നതാണ് ഡേഞ്ചർ. അതോടുകൂടി നമ്മുടെ മുഖമൊക്കെ ആകെ കരിവാളിച്ച് കറുത്ത് പോകട്ടെ. അവിടെ ഉള്ളവർക്ക് പ്രശ്നമല്ല. നമ്മൾ പെട്ടെന്ന് വേറൊരു ക്ലൈമറ്റിലേക്ക് വരുമ്പോൾ നട്ടുച്ച സമയത്ത് ഈ കടലിൽ കിടക്കുമ്പോൾ ആകെ കറുത്ത് കരിവാളിച്ച കേട്ടോ. അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞ് പിന്നെ നമ്മൾ റൂമിലൊക്കെ വന്ന് കുളിച്ച് ഫ്രഷായി വീണ്ടും വൈകുന്നേരം ഒരു കല്യാണം ഉണ്ട്, അതിന് പോകാൻ കേട്ടോ.